രക്തസാക്ഷി ധീരജ് രാജേന്ദ്രന്റെ ഓർമ്മകൾക്ക് 3 വയസ്സാകുമ്പോഴും കണ്ണൂർ തളിപ്പറമ്പിലെ വീട്ടിൽ കണ്ണീരുണങ്ങിയിട്ടില്ല. മകനെ നഷ്ടമായതിന്റെ വേദന പേറി കഴിയുകയാണ് ധീരജിന്റെ മാതാപിതാക്കൾ. ധീരജിന്റെ കൊലപാതകത്തിന് ശേഷവും മാനസികമായി കുടുംബത്തെ വേട്ടയാടുകയാണ് കോൺഗ്രസ്. ഈ റിപ്പോർട്ടോടെ ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ധീരജിനെ കുറിച്ച് പറയുമ്പോൾ പിതാവ് രാജേന്ദ്രന്റെ വാക്കുകൾ മുറിയും. എത്ര അടക്കി പിടിച്ചാലും ഉള്ളിലൊതുക്കിയ ദുഃഖം കണ്ണീരായി പുറത്തുവരും. മകന്റെ ജീവനെടുത്തതിന് ശേഷവും കോൺഗ്രസുകാർ മാനസികമായി വേട്ടയാടുകയാണ് കുടുംബത്തെ. മോനെ കൊലപ്പെടുത്തിയ അന്നു മുതൽ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നേതാവായ സുധാകരൻ പറഞ്ഞത് ധീരജ് ഇരന്നു വാങ്ങിയ മരണമാണെന്നും ആണ് അയാൾ പറഞ്ഞത്. മരിച്ചുപോയൊരു കുഞ്ഞിനെ അവനെ തികച്ചും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും പൊതുസമൂഹത്തിൽ വീണ്ടും തരം താഴ്ത്തിക്കെട്ടുകയും ജീവിച്ചിരിക്കാത്ത ഒരു കുഞ്ഞിനെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പരത്തുകയും ചെയ്തു. SFIക്കാരുടെയും പാർട്ടിയുടെയും സ്നേഹവും ചേർത്തുപിടിക്കലുമാണ് ജീവിക്കാനുള്ള കരുത്ത്. SFI ആയാലും DYFI ആയാലും സഖാക്കളായാലും ഞങ്ങളിന്ന് ജീവിക്കുന്നുവെങ്കിൽ അതിന് ഏക അവകാശികൾ ആ SFIയും DYFIയും CPIഎമ്മിലെ സഖാക്കളുമാണ്. വീടിനോട് ചേർന്നുള്ള ധീരജിന്റെ സ്തൂപത്തിനടുത്താണ് ഒട്ടുമിക്ക സമയങ്ങളിലും രാജേന്ദ്രൻ. കൂട്ടിന് പൊന്നോമന മകന്റെ ജീവിക്കുന്ന ഓർമ്മകളും. ധീരജിന്റെ ജീവനെടുത്തവർക്ക് വീരപരിവേഷമാണ് കോൺഗ്രസ് ചാർത്തിക്കൊടുത്തത്. ധീരജിന്റെ മാതാപിതാക്കളുടെ കണ്ണീര് കാണാൻ പോലും കോൺഗ്രസ് നേതൃത്വം ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല. തളിപ്പറമ്പിൽ നിന്നും M. സന്തോഷ്.